ഞാൻ പറയുന്നത്, നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുവർ ഓൺലി ചോയ്സ് ഇസ് ബി എ ഫെമിനിസ്റ്റ്. ഫെമിനിസം ഈസ് നോട്ട് അബൌട്ട് വിമൻ. അത് സ്ത്രീകളെ കുറിച്ചൊരു സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ കറക്റ്റ്നസിന് ആരോ കൊടുത്തൊരു വിശദീകരണമില്ല, ഒരു ചെറിയ സെൻറ്റൻസ്. ട്രീറ്റിംഗ് അതേഴ്സ് ഫെയർലി. ട്രീറ്റിംഗ് അതേഴ്സ് ഫെയർലി എന്ന് പറയുന്ന ഒരു ആശയം പുസ്തക രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫെമിനിസം. നിങ്ങൾക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഇപ്പോഴുള്ള സമൂഹത്തിൻ്റെ ട്രെൻഡിൽ എങ്ങനെ പോവുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുക. ആവുക എന്ന് ഞാൻ പറയുന്നില്ല, ആവാൻ ശ്രമിക്കുക. ആവാൻ ശ്രമിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഫെമിനിസം പഠിക്കുക എന്നുള്ളതാണ്. ഈ ഫെമിനിസവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ആശയം, ഫെമിനിസം തന്നെ പറഞ്ഞ് പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്നാണ്. പൊളിറ്റിക്കൽ ആശയമായിട്ട് പോലും ഇന്ത്യയിലെങ്കിലും, കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെങ്കിലും 80കൾക്ക് ശേഷം ഫെമിനിസം പോലുള്ള ആശയങ്ങൾ ഇത്രയധികം പോപ്പുലറാക്കിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാഹിത്യ ശാഖയാണ്. ഇംഗ്ലീഷിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷോ അല്ലെങ്കിൽ പിന്നെ മലയാളമോ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം മുതൽ അങ്ങോട്ടുള്ള സാഹിത്യ പഠനങ്ങളിലാണ് ഞാൻ നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ഒരു പോപ്പുലർ. പക്ഷേ ഇതൊന്നും സത്യത്തിൽ സാഹിത്യമായിട്ട് ഒരു ബന്ധമല്ല. അറിയാമല്ലോ, പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുമ്പോൾ അത് സാഹിത്യത്തെക്കുറിച്ചല്ല, ഫെമിനിസവും സാഹിത്യത്തെക്കുറിച്ചല്ല, ജീവിച്ചിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ്.